ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നപ്പോൾ ഞങ്ങളൊരു സിനിമ കാണാൻ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ അമ്മയും അനിയത്തിയും അമ്മ ജോലി കഴിഞ്ഞും അനിയത്തി ക്ലാസ് കഴിഞ്ഞും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വൈകിട്ട് 6 മണിക്കായിരുന്നു ഷോ. മണിയിപ്പോൾ 5:30 ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യം ഒരു ഊബർ ബുക്ക് ചെയ്ത് അത് വരെ ലേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അടുത്ത ഓട്ടോയ്ക്ക് തന്നെയാണ് ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് ഇറങ്ങാൻ്റെ ഇതിൽ ഇതാ കമ്മലൊരിടത്ത് കയ്യിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ സ്റ്റൈലായതുകൊണ്ട് ഒരു ഭാഗ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെറുതെ മുടിയാൻ കഴിച്ചിട്ടിരുന്നാലും ഒരു സ്റ്റൈലായിട്ട് അങ്ങ് കിടന്നോളൂ. അപ്പോൾ എന്തായാലും ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ ഇതാ കുഞ്ഞെന്താ ഇവിടെ നിൽക്കുകയാണ്. ടാറ്റാ ടാറ്റോ ടാറ്റോ ബൈ ബൈ. ഒരുപാട് ലേറ്റായി ഇന്ന്. എന്താണെന്നറിയില്ല. ഇനി അവിടെ ചെന്നിട്ട് ഇനി അമ്മയുടെ വായിരിക്കണം എന്തൊക്കെ കേൾക്കുമെന്ന് നമുക്ക് കാണാം. എൻ്റെ ദൈവം, ഇന്ന് ആരുടെ കാലക്കേടിനാണ് ഞാൻ ഇറങ്ങിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആരുടെയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പഴിച്ചായിരുന്നില്ല, എൻ്റെ തന്നെ പറയാം. കാരണം ഞാൻ ഊബറിൽ 2-3 പേരെ ക്യാൻസൽ ചെയ്തിട്ട് അവസാനം ഏറ്റവും അടുത്തുണ്ടായിരുന്ന ചേട്ടനെ ഞാൻ ഓക്കെ ആക്കിയതാണ്. പക്ഷേ പുള്ളിക്കാരൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നൊന്നും എത്താൻ പോകുന്നില്ല സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. കാരണമെന്ന് വെച്ചാൽ ആമ എഴയുന്നതിനും കാട്ടി അത്രയ്ക്ക് സ്ലോ ആയിട്ട് പോയത് പോട്ടെ, ഉള്ള എല്ലാ കുണ്ടും കുഴിയിലും വീഴുന്ന എൻ്റെ നടു ഒരു വഴിയായി. എൻ്റെ മുഖം മാറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഞാൻ അവസാനമായപ്പോൾ ഓടിച്ചെന്ന് എത്തി കേട്ടോ. എന്തായാലും സ്റ്റാർട്ടിങ് മിസ്സായി, പക്ഷേ ലാസ്റ്റ് വരെ ഇരുന്ന് ഭയങ്കര ത്രില്ലടിച്ച് കണ്ട സിനിമ തന്നെയാണ്. എൻ്റെ ഒരു ചെറിയൊരു ക്രഷ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അയ്യവ, എന്ത് രസമുണ്ടായിരുന്നല്ലേ അർജുൻ ചേട്ടൻ്റെ ഡാൻസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അർജുൻ ചേട്ടൻ്റെ ഡാൻസ്. റൊമാൻസിൽ കണ്ടതോടുകൂടി ഞാൻ കുറേ കൂടി ഡൈ ഹാർട്ട് ഫാൻ എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജുൻ ചേട്ടനെ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരനൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയുടെ ഉടമസ്ഥൻ എന്ന് തന്നെ പറയും. കാരണം പുള്ളിക്കാരൻ ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്തോ ഒരു സന്തോഷം വരും. അപ്പോൾ സിനിമയുടെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്നാക്സ് വാങ്ങിക്കാൻ ഇറങ്ങി പെട്ടെന്ന് തന്നെ തിരിച്ച് ഓടിക്കയറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓടിക്കയറി. ഞങ്ങൾ മാത്രമല്ല, അടുത്തുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് കയറി. എല്ലാവരും പറയും ലൈറ്റ് ഓഫ് ആവുന്നതിന് മുമ്പേ പെട്ടെന്ന് കയറി തന്നെ ചെന്ന് സീറ്റ് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ആരും കയറത്തില്ല, പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്തായാലും സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലഭിനയിച്ച അർജുൻ ചേട്ടനാവട്ടെ, എനിക്കൊരു ചെറിയ ക്രഷ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അർജുൻ ചേട്ടനാവട്ടെ, സിദ്ധാർത്ഥ് ഭരതൻ ചേട്ടനാവട്ടെ, ബാലു വർഗീസ് ചേട്ടനാവട്ടെ, മാളവിക ചേച്ചിയാവട്ടെ, ജസ്ന ആവട്ടെ, ഗോപിക ചേച്ചിയാവട്ടെ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. എൻ്റെ അമ്മ പൊളി, അതിന് വേറെ ഒരു വാക്കില്ല. മലയാളത്തിലൊരു ബെസ്റ്റ് ഹൊറർ മൂവി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഞാൻ ഇത്രയും എൻജോയ് ചെയ്തൊരു ഹൊറർ മൂവി കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാം സിനിമ കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ആദ്യം വന്ന് ബസ്സിന് കാത്തു നിന്നു. പക്ഷേ ബസ്സിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ച് വന്ന വഴിക്ക് പോപ്പിക്കുട്ടന് ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിൽ വന്ന ഉടനെ തന്നെ അവന് കൊടുത്തു. കാരണം അവൻ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയില്ലേ, അവനറിയാം ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.